നമ്മളൊരു ലോങ് ഡ്രൈവിലാണ്. അതെ, ഡ്രൈവാണ്, റൈഡല്ല. സാധാരണ ഇതിൽ റൈഡാണല്ലോ പതിവ്. ഒരു 1600 കിലോമീറ്ററിൻ്റെ ഒരു സ്ട്രെച്ചാണ് പ്ലാൻ. അതായത് നാട്ടിൽ നിന്ന്, മാഹിയിൽ നിന്ന് ഗുജറാത്തിലെ ബറോഡയിലേക്ക്. ശരിക്കും ഇതൊരു ട്രിപ്പല്ല, എൻ്റെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിനെ ഒരു നൈസായിട്ടൊരു ട്രിപ്പാക്കി അങ്ങ് മാറ്റിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞങ്ങൾ 3 ജനറേഷനും വണ്ടിയിലുണ്ട്. അതായത് അച്ഛൻ, ഞാൻ, ജിത്തു, ഞങ്ങൾ 3 പേരും ഉണ്ട്. ഷൈമക്ക് ഓഫീഷ്യൽ തിരക്കുകളായ കാരണം ഷൈമയില്ല. അമ്മക്ക് വീട്ടിൽ ചില ആവശ്യങ്ങളുള്ള കാരണം അമ്മയും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ 3 പേരും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗിരീഷേട്ടനുമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ ഡ്രൈവേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് 750 വെച്ചിട്ട് ഓടാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. പക്ഷേ വഴിയിൽ അല്പം കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്നുള്ളതുകൊണ്ട് ഞങ്ങളത് 4 ദിവസത്തേക്കാക്കി ഷെഡ്യൂൾ ചെയ്തു. അതായത് 28-ാം തീയതി ഞങ്ങൾ ഇറങ്ങി. അത് ഇന്നലെ ഇറങ്ങിയതാണ്. ഇനി 31-ന് ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഹുബ്ലി ക്രോസ് ചെയ്ത് ബെൽഗാമിനെയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റൂട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ നമ്മൾ മാഹിയിൽ നിന്ന് വിടുമ്പോൾ ഇരിട്ടി, മാക്കൂട്ടം ചുരം വഴി ബീരാജ്പേട്ട കയറിയിട്ട് ഹസ്സൻ വഴിയാണ് മുന്നോട്ട് പോയത്. ദേവനഗര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ശരിക്കും ബാംഗ്ലൂർ ബോംബെ ഹൈവേ ഞങ്ങൾ പിടിച്ചത്. അപ്പോൾ അതുവഴി പോകാനുണ്ടായ മെയിൻ കാരണം വെച്ചാൽ അതിൽ കർണാടകയിൽ മെയിനായിട്ടുള്ളൊരു പോയിന്റ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ റൈഡിൽ. അതായത് ഹൊയ്സാല ടെമ്പിൾ കോംപ്ലക്സുകൾ, അതായത് ബേലൂർ, ഹലബേഡു, ഹൊയ്സാല ടെമ്പിളുകൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അതുവഴി പോയത്. അപ്പോൾ ഇന്നലെ 2-3 മണിക്കൂറോളം ഞങ്ങൾ ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ആയിരുന്നില്ല. വണ്ടി 500 കിലോമീറ്റർ ഓടിയെങ്കിലും ഏകദേശം എഫക്റ്റീവ്ലി 400 കിലോമീറ്ററാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഹൈവേ ടച്ച് ചെയ്തതിന് ശേഷം ഒരു ഹോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു. അതുകൊണ്ട് 10-30 കിലോമീറ്ററോളം വീണ്ടും ഓടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് രാത്രി ഹോട്ടൽ കിട്ടിയത്. രാത്രി ഒരു 9 മണിയായപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. നൈറ്റ് സ്റ്റേ ചെയ്തു. രാവിലെ 7 മണിക്ക് വീണ്ടും ഇറങ്ങി. ബാംഗ്ലൂർ ബോംബെ ഹൈവേ എല്ലാവർക്കും അറിയുന്നത് പോലെ 6 ലൈൻ ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ യാത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ട്രാഫിക് ഉണ്ട്, വളരെ ഹെവി ട്രാഫിക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള റോഡുകളിലൊന്നാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ NH-48 ആണ്. NH-48 നമ്മൾ ബോംബെ പോയിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് അഹമ്മദാബാദിലോട്ട് പോയി കഴിഞ്ഞാൽ അതും ഭയങ്കര ഹെവി ട്രാഫിക്കുള്ള റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പൂനെ വരെ പോകും ഈ റൂട്ടിൽ. അത് കഴിഞ്ഞ് എക്സ്പ്രസ് ഹൈവേ പിടിക്കില്ല, പകരം പൂനെ നാസിക് ഹൈവേ പിടിച്ചിട്ട് നാസിക് വഴി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ ട്രാഫിക് അല്പം കുറവായിരിക്കും. ദൂരം അല്പം കൂടുതലാണ്, പക്ഷേ ദൂരത്തിനേക്കാളും നമ്മൾ ട്രാഫിക്കും റോഡുമാണ് കണക്കാക്കുന്നത്. ബോംബെ വഴി പോയി കഴിഞ്ഞാൽ താനയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ക്ലിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ തവണ പോയപ്പോൾ താനെ ടു വാപി എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 8 മണിക്കൂറോളം എടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ഷെഡ്യൂളെല്ലാം ഡിസ്റ്റർബ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാസിക് റൂട്ടിലേക്ക് പോകുന്നത്. പൂനെ നാസിക് റൂട്ട് ഞാനിതുവരെ പോകാത്ത റൂട്ടാണ്. പക്ഷേ നാസിക് ബറോഡ റൂട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.